ഞങ്ങൾ അന്നും ഇന്നും ഒക്കെ പറയുന്നത് ഇവിടെ അക്രമം ഉണ്ടാകരുത്. അങ്ങനെ ഒരു അക്രമത്തിനോ അല്ലെങ്കിൽ ഒരു ദ്വന്ദ്വ യുദ്ധത്തിനോ യൂത്ത് കോൺഗ്രസുമായിട്ട് ഒരു തെരുവ് യുദ്ധത്തിനോ ഞങ്ങൾ എവിടെയും തയ്യാറായിട്ടില്ല. ഞങ്ങൾ അതിന് തയ്യാറാവുന്നുമില്ല. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ഞങ്ങളുടെ രാഷ്ട്രീയം പറയുന്നു, അവരവരുടെ രാഷ്ട്രീയം പറയട്ടെ എന്നാഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഒരു അക്രമത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ഇന്നിപ്പോൾ തെരുവിൽ നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ അവസാനം ടി വിയിൽ കാണുന്നത് എന്താ വെച്ചാൽ പിങ്ക് പോലീസിനെ പോലും തെരഞ്ഞു പിടിച്ചടിക്കുകയാണ്. മണിക്കൂറുകളോളം തെരുവിൽ പോലീസിനെ അങ്ങോട്ട് ആക്രമിക്കുക, പോലീസ് എന്നിട്ടും സംയമനം പാലിക്കുക, എന്നിട്ട് അക്രമത്തിൽ നേതൃത്വം കൊടുക്കുക, എന്നിട്ട് സ്വയം തല തപ്പി നോക്കുക, അടി കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഉറപ്പില്ല. അങ്ങനെ മഷിക്കുപ്പി സമരം നടത്തി പാരമ്പര്യമുള്ളവർ വീണ്ടും ഈ കേരളത്തിനകത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്താനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ ഏതാനും അതിനൊന്നുമില്ല. ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ളത്. ഈ വരുന്ന 20-ാം തീയതി, ജനുവരി മാസം 20-ാം തീയതി കേന്ദ്ര അവഗണനക്കെതിരെ, റെയിൽവേ അവഗണനക്കെതിരെ, സാമ്പത്തിക ഉപരോധത്തിനെതിരെ, തൊഴിൽ നിഷേധത്തിനെതിരെ ഡിവൈഎഫ്ഐ ഐതിഹാസികമായ പോരാട്ടത്തിനിറങ്ങാം. ഞങ്ങൾ യുവജനങ്ങളെ തെരുവിലിറക്കുക. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ അങ്ങ് തിരുവനന്തപുരം രാജ്ഭവന്റെ മുമ്പിൽ വരെ യുവജനങ്ങളെ ഞങ്ങൾ കണ്ണി ചേർത്ത് നിർത്തുക. അങ്ങനെ രാഷ്ട്രീയമായി BJPക്കും സംഘപരിവാറിനും അവരുടെ ഗവൺമെന്റിനുമെതിരെയൊക്കെയുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ബംഗാളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥകൾ നടന്നുകൊണ്ടിരിക്കുക. ആ ജാഥയ്ക്ക് നേരെ അക്രമം നടത്തുകയാണ് മറ്റു കക്ഷികളും അതുപോലെ പോലീസും ഒക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്ത് എന്നില്ല, എല്ലായിടത്തും ഈ കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. അല്ല, ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘടനയല്ലേ. പ്രളയം വന്നപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തി, കോവിഡ് വന്നപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തി, നിപ്പ വന്നപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തി. അതൊക്കെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയുന്നല്ലേ. ഒരു നാടിനകത്ത് അപകടം ഉണ്ടാകുമ്പോൾ ആ അപകടത്തിൽ എങ്ങനെയൊക്കെ നാടിനെ സംരക്ഷിച്ചു നിർത്താൻ പറ്റുമോ, ആളുകളെ സംരക്ഷിച്ചു നിർത്താൻ പറ്റുമോ, ആ പ്രവർത്തനത്തിനൊക്കെ ഇനിയും നേതൃത്വം കൊടുക്കും. അങ്ങനെയല്ലല്ലോ. നമ്മളൊരു ആകെ 60,000 പോലീസല്ലേ കേരളത്തിലുള്ളത്. ഈ കോടിക്കണക്കിന് ജനങ്ങൾ ഒന്നിച്ച് തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ക്രമസമാധാനം ആകെ പ്രയാസപ്പെടൂലേ. ഞങ്ങൾ പോലീസിനെയും ഒക്കെ സഹകരിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പോലീസിനോട് ചേർന്നുകൊണ്ടാണ് എല്ലാ കാലത്തും, കോവിഡ് കാലത്ത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഡിവൈഎഫ്ഐ അല്ലേ. നിങ്ങൾ തന്നെ പലരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ, ഡിവൈഎഫ്ഐയുടെ സഖാക്കളാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നേതൃത്വം കൊടുത്തത്. കോവിഡ് ബാധിച്ചവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വോളണ്ടിയർമാരായി PP കിറ്റ് ഇട്ട് പോയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. പ്രളയ സമയത്ത് രക്ഷാപ്രവർത്തകരായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ തെരുവിലുണ്ട്. അങ്ങനെ എല്ലാ രക്ഷാപ്രവർത്തനത്തിനും നേതൃത്വം കൊടുക്കുന്ന ഡിവൈഎഫ്ഐ തന്നെയാണ്. ഇപ്പോൾ ഈ റോഡ് അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പറ്റാവുന്ന തരത്തിൽ അതിൽ നിന്നൊക്കെ ആളുകളെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത്ര കണ്ടാൽ മതി.